ഹലോ നമസ്കാരം. ഇത് ഞങ്ങളുടെ ഓണം പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. ഓണത്തിന് കുറേ ദിവസം മുൻപേ തന്നെ ഞങ്ങൾ പർച്ചേസിങ് നടത്തി കേട്ടോ. കാരണം കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ വന്ന് കിടന്ന് ഉന്താനും തള്ളാനും ഇടി കൊള്ളാനും ഒന്നും വയ്യ. അപ്പം ഞാൻ കിച്ചുവിനോട് പറഞ്ഞു നമുക്ക് നേരത്തെ പോയി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചുവും പറഞ്ഞു ശരി. കിച്ചുവിനാണെങ്കിൽ പിന്നെ ഇവിടെ വന്നാലേ ഡ്രസ്സ് എടുപ്പ് നടക്കുകയുള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ എൻ്റെ വീട്ടിനടുത്ത് നീ എന്നെ പിന്നെ ഒരു ചെറിയ കടയിൽ നിന്ന് ഒരു ചുരിദാർ മെറ്റീരിയലൊക്കെ എടുത്ത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നിടത്തുനിന്നെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വരുത്തും. അങ്ങനെയൊക്കെ ഞാൻ വരുത്തും കേട്ടോ. നമുക്ക് ഇന്നടുത്ത് തന്നെ വന്ന് എടുക്കണമെന്നൊന്നുമില്ല. കിച്ചുവിന് ഇവിടെ വന്ന് എടുത്താലേ പോകത്തുള്ളൂ. കിച്ചുവാണെങ്കിൽ കിച്ചുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂടെ കൂട്ടിയൊക്കെ ഇവിടെ വന്ന് എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നല്ല സാരി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് കിച്ചു ഒരിക്കലും എടുത്ത് തീരില്ല. കിച്ചു അത് നോക്കി ഇത് നോക്കി അങ്ങനെ തിരിയുവാണ്. എനിക്കാണെങ്കിൽ തലവേദന. എനിക്ക് പിന്നെ കാണുമ്പോഴത്തേക്ക് ഇവിടെ നിന്നും ഡ്രസ്സൊക്കെ എടുക്കാമെന്നൊരു മനസ്സിലൊരു വ്യാമോഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എടുക്കത്തില്ല. കാരണം കുറേ ആയി കേട്ടോ. ഞാൻ എവിടെ പോവാൻ പിന്നെ ഞാൻ പോകുന്നെങ്കിൽ കോവിലിൽ പോവും. പിന്നെ ഞാൻ ഷോപ്പിൽ പോകണമല്ലോ, ഒരു ഷോപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവും. ഇത്ര തന്നെ ഞാൻ പോകുന്നു. അല്ലാതെ ഞാൻ വേറെ കല്യാണങ്ങൾക്കോ അങ്ങനെയൊന്നും ഞാൻ കൂടുതലായിട്ട് പോകില്ല കേട്ടോ. ബന്ധുക്കളുടെ കല്യാണം അത്യാവശ്യം വീട്ടിനടുത്തുള്ളതൊക്കെ ആണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നിനും പോവില്ല. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ എനിക്കിഷ്ടം കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ഡ്രസ്സൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. എടുത്തിട്ട് എന്ത് ചെയ്യാൻ കൊണ്ട് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചേക്കും, അത്ര തന്നെ. അത് ഉപയോഗിക്കുകയൊന്നുമില്ല. അതാ ഇരിപ്പുണ്ട്. വാങ്ങി വയ്ക്കുന്ന ഡ്രസ്സെല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നും ഉപയോഗിക്കില്ല. എവിടെയെങ്കിലും പോയാലല്ലേ ഉപയോഗിക്കണം. പിന്നെ കിച്ചു ആണെങ്കിൽ അങ്ങനെയൊന്നും പോകാറില്ല കേട്ടോ. കിച്ചു ആണെങ്കിൽ എടുക്കും, കൊണ്ട് ഒരു ദിവസം ഇടും, കുത്തിക്കയറ്റി മടക്കി എവിടെയെങ്കിലും വയ്ക്കും, ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ എന്നാലും എനിക്ക് വേണം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. പിന്നെ ഞാൻ ബഹളം വെച്ചതുകൊണ്ട് ഞാൻ പറയും നേരത്തെ നമുക്ക് പോയി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. എനിക്കാണെങ്കിൽ അടിയും കുത്തും ഒന്നും കൊള്ളാൻ വയ്യ. ഇനി കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനേ സ്ഥലം കാണില്ല. ഇപ്പോഴേ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ വിലയും കുറവ് തന്നെ. അങ്ങനെ ഇത് വില കുറവാണ്, ബാക്കിയെല്ലാം നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കിച്ചു പറഞ്ഞു എനിക്കാണ് വാങ്ങിക്കാൻ വന്നത്, എന്നിട്ട് അമ്മ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞു നീ പോയി വേറെ ഡ്രസ്സൊക്കെ നോക്ക്, ഞാനാണെങ്കിൽ ഇത് വെറുതെയൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവളോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അമ്മ എടുക്കണമെങ്കിൽ ഇടി, ഞാൻ വെറുതെ പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ എടുക്കാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ കുറേ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിയോ അങ്ങനെയൊക്കെ. പിന്നെ ഒരു ചുരിദാർ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതുവരെയും തച്ചില്ല കേട്ടോ. ഇനി അത് തയ്ക്കാൻ കൊടുക്കണം. തയ്ക്കുന്നത് അവർ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് തച്ച് തരുമെന്ന് പറഞ്ഞു. അവളെന്നെ കിടന്ന് വിളിക്കുന്നു വാ പോവാന്ന്, എനിക്ക് അവിടെ ഡ്രസ്സ് നോക്കാം. ഞാൻ പറഞ്ഞു നില്ലെന്ന് ഇതിൽ നോക്കിയിട്ട് എൻ്റെത് പിന്നെ ലാർജാണേ. അപ്പോൾ ലാർജ് നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ അതിൽ ലാർജ് നോക്കിയിട്ട് കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ തള്ളിയിട്ട് ഇങ്ങ് വന്നു കേട്ടോ. പിന്നെ ജുവലറി നോക്കി. ജുവലറി കുറേയൊക്കെ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ജുവലറി ആണെങ്കിൽ എനിക്ക് ലോങ് ജുവലറിയാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലെയുള്ളത് വലിയ താല്പര്യമില്ല. താല്പര്യമില്ലാത്തതല്ല, ഉണ്ടത്. ഞാൻ നേരത്തെ മുൻപ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്ന കുറച്ചുകൂടി ഇറക്കമുള്ള ജ്വല്ലറിയാണ് ഇഷ്ടം. അപ്പോൾ അതാണെങ്കിൽ എന്നാൽ സിമ്പിളായിരിക്കണം, ഭയങ്കര ഹെവി ആവാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതെന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓണം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് സാരിയും ജ്വല്ലറിയൊക്കെ വാങ്ങിക്കുന്നത്. എല്ലാവരും കാണണം കേട്ടോ. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് പോകണം കേട്ടോ. ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് പോണേ. നമ്മളെ ഇപ്പോൾ കിച്ചു ആണെങ്കിൽ മുഖത്തിടുന്ന എന്തോ ഒരു സംഭവം എന്തൊക്കെയോ ഉണ്ടല്ലോ, ഇവരൊക്കെ അതൊക്കെ ഇടും. ഞാൻ ഒന്നും ഇടൂല. എൻ്റെ മുഖം കണ്ടാലും അറിയാം ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതവിടെ പോയി, അങ്ങനെ മുഖത്ത് നീ ഒന്നും ഇടണ്ട എന്ന് പറയും. മുഖത്ത് ഞാൻ അവളെ ഒന്നും ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ മുഖത്ത് വേറെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമല്ല, മുടിയിലും മുഖത്തും ഒന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഞാനും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ഈ ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോഴാണ് ഇങ്ങനെ മുഖം ഇങ്ങനെ തോന്നുന്നത്. അല്ലാതെ കാണുമ്പോഴത്തേക്ക് എൻ്റെ മുഖം വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു മുഖമാണ് കേട്ടോ. ഇതുവരെ എൻ്റെ പ്രായത്തിനൊത്ത് വലിയ ഇതൊന്നും വരാത്ത മുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ മുഖത്തിൽ വേറെ ഒന്നും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ഒന്ന് ത്രെഡ് ചെയ്യുക, അത്ര മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ കിച്ചുവിൻ്റെ കൂടെയും പറഞ്ഞിട്ടുണ്ട്, കിച്ചു മുഖത്തൊന്നും ചെയ്യണ്ട, മുടിയിലും ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിച്ചുവും പിന്നെ അങ്ങനെ വലിയതായിട്ട് ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് വലുതായിട്ടൊന്നും വാശി പിടിക്കില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ കിച്ചു ആണെങ്കിൽ ഡ്രസ്സ് കൊടുത്തിട്ട് അത് ഒന്ന് പാകമാണോ എന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പോയേ. ആ തക്കത്തിന് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഒന്ന് നെയിൽ പോളിഷൊക്കെ നോക്കി, പിന്നെ സാരിയൊക്കെ വന്ന് നോക്കി കേട്ടോ. സാരി നോക്കിയപ്പോഴത്തേക്ക്
നല്ല വിലയുണ്ട് കേട്ടോ, നല്ല വിലയെന്ന് വെച്ചാൽ നല്ല വില. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. പിന്നെ അതും പോയിട്ട് ഞാൻ ഉദ്ദേശിച്ച സാരി ഇവിടെ ഇല്ല കേട്ടോ. അത് ഞാൻ വേറൊരിടത്ത് നോക്കി വെച്ചിട്ടുണ്ട്. 1000 മുകളിൽ വരും സംഭവം. എന്നാലും നമ്മൾ ഓണം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വേണം. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്. ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു, വളകാപ്പിൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം കുഞ്ഞു വാവയൊക്കെ വന്നതിന് ശേഷം കുഞ്ഞിൻ്റെ 28 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്കും കൂടെ കണക്കാക്കി നമുക്ക് ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അതിന് പ്രത്യേകം എടുക്കണം, ഇതിന് പ്രത്യേകം എടുക്കണം. നമുക്ക് ഓണത്തിന് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് പൈസ കൈ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് 2 കൂടെ ഒപ്പിച്ച് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിടത്ത് നമ്മുടെ ഈ ഞാൻ ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പോയപ്പോഴത്തേക്ക് അവിടെ ഞാൻ ഒരു സാരി കണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കിച്ചു ആണെങ്കിൽ ഈ എടുത്ത ഡ്രസ്സ് ഇതാണ്. ഇതും ഒരു ജീൻസിൻ്റെ പാൻറ്റും കൊടുത്തു കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇട്ട് നോക്കിയിട്ട് കൊള്ളാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി വന്നതാണ്. ഇതിനിടയ്ക്ക് കിച്ചു ആണെങ്കിൽ അതിനകത്ത് കിടന്നുകൊണ്ട് എന്നെ വിളിയായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നൊരു ചേച്ചി പറഞ്ഞ് അത് അമ്മ എന്ന് ഇതിനകത്ത് കിടന്ന് വിളിക്കുന്നതായിട്ട് എവിടെ പോയത്. ഞാൻ അതിനിടയ്ക്ക് സാരി നോക്കാൻ പോയപ്പോൾ കിച്ചു ഇവിടെ കിടന്ന് അമ്മ എന്ന് വിളിച്ചു. ഞാൻ കേട്ടുമില്ല. അപ്പോഴാണെങ്കിൽ പിന്നെ ഞാൻ എന്നോട് ചോദിച്ചു, അപ്പം എൻ്റെ സൗണ്ട് കേട്ടെന്ന് തോന്നുന്നു, ഞാൻ അവരോട് സംസാരിക്കണം. അപ്പോൾ ചോദിച്ചു ഇത് കൊള്ളാമോ എന്ന് ചോദിച്ച് പുറത്തിറങ്ങി വന്നു. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടിട്ട് പിന്നെ അകത്ത് കയറി അത് മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇട്ട് നോക്കാനൊക്കെ പറ്റും കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുറേ നേരം പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തലവേദന എടുക്കും. ഞാനാണെങ്കിൽ എടുക്കുന്നുമില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ വീണ്ടും നെയിൽ പോളിഷ് നോക്കി കേട്ടോ, നെയിൽ പോളിഷ് നല്ലതുണ്ടോയെന്ന്. പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് ആരൊക്കെയോ എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതിൻ്റെ പുറത്തൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അതൊക്കെ വെറുതെയാണ്. ഇല്ല, എന്തായാലും ഇട്ട് നോക്കും കേട്ടോ. ഈ പിള്ളേരൊക്കെ വന്നിട്ടേ ഇട്ടൊക്കെ നോക്കും. പിന്നെ ഞാനാണെങ്കിൽ അതിൽ നിന്ന് ഒരു നെയിൽ പോളിഷ് എടുത്തു കേട്ടോ. നെയിൽ പോളിഷും പിന്നെ ഒരു കവർ പൊട്ടും ഞാൻ എടുത്തു കേട്ടോ. ഇത്ര തന്നെ ഞാൻ എടുത്തത്, വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കിച്ചു ആണെങ്കിൽ അടുത്ത് ലിപ്സ്റ്റിക്ക് നോക്കിയാണ്, അതിൻ്റെ ഷെയ്ഡ് നോക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു വാ ഞാൻ ഇട്ട് നോക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിടണ്ട, നീ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെയാണെങ്കിൽ നമ്മൾ മിക്കതും ഡാൻസ്ലറിൻ്റെയാണ് കേട്ടോ എടുക്കുന്നത്. ഡാൻസ്ലറിൻ്റെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പണ്ട് തൊട്ടേ നമുക്ക് വിശ്വാസമുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം, വേറെ കൂടുതലായിട്ട് കെമിക്കൽസോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഡാൻസ്ലറിൻ്റെയാണ് അവളോട് എടുക്കാൻ പറയുന്നത്. നമ്മൾ ക്യൂടെക്സ് ആയാലും ഐ മീൻ നെയിൽ പോളിഷ് അതായാലും നമ്മൾ ഡാൻസ്ലറിൻ്റെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഈ സ്റ്റിക്കർ പൊട്ടൊക്കെ ഐടെക്സിൻ്റെത് ഞാൻ പണ്ട് മുതലേ ഐടെക്സിൻ്റെത് തന്നെ വാങ്ങിക്കുള്ളൂ, ഐടെക്സിൻ്റെതേ വാങ്ങിക്കുള്ളൂ കേട്ടോ. പിന്നെ ഫാൻസി പൊട്ട് അത് ഞാൻ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് അത് ഐടെക്സിൻ്റെതല്ല, അത് നമുക്ക് കിട്ടില്ല, ഐടെക്സിൻ്റെ വട്ടപ്പൊട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നമ്മുടെ നല്ല ഗോപി പൊട്ട്, ഇങ്ങനെ കല്ലൊക്കെ വെച്ച പൊട്ട്, അത് ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയൊക്കെയുള്ള പൊട്ടൊക്കെ വയ്ക്കും കേട്ടോ. ഇപ്പോഴാണ് പിന്നെ കടയിൽ പോകണതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഐടെക്സിൻ്റെ പൊട്ടൊക്കെ വെച്ച് അങ്ങ് പോകും കേട്ടോ. അത് കടയിൽ ഞാൻ ഷോപ്പിലെല്ലാം ഇങ്ങനെ, അപ്പോൾ അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുത്തി പറക്കിയിട്ട് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഷോപ്പിൽ ഇവിടെ തുണിക്കടയിലെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് കൊടുക്കുവാണ് കേട്ടോ. പൈസയൊക്കെ കൊടുത്തിട്ട് കിച്ചു നല്ല സന്തോഷത്തോടെ ഇറങ്ങി വരികയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ദുഃഖമാണ് കേട്ടോ. കാരണം എൻ്റെ പൈസയല്ലേ കീറിയത്. അവൾക്കെന്തോന്നറിയണം, അവൾ 1 രൂപ അവൾ അക്കൗണ്ടിൽ നിന്ന് എടുക്കൂല കേട്ടോ. 1 രൂപയെന്ന് വെച്ചാൽ ഞാൻ എന്തിനെങ്കിലും ചോദിച്ചാൽ പോലും എനിക്ക് ഒരു 5 രൂപ തരൂല. ചിലപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ 1 പൈസ ഇല്ലായിരിക്കും. താന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ 1 രൂപ പോലും തരില്ല കേട്ടോ. അവളെ മാമനെയും അമ്മയും അപ്പച്ചനെയും എല്ലാം മണിയടിച്ച് അവളെ അക്കൗണ്ട് നിറയ്ക്കും കേട്ടോ. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാലിയായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. എൻ്റെ അക്കൗണ്ടിൽ ഇനി ഒന്നുമില്ല. അത്രയ്ക്ക് നല്ല കാശായി കേട്ടോ ഇവിടെ. നല്ല തുണിയൊക്കെ എന്തൊരു വിലയെന്നറിയാമോ? എനിക്കറിയത്തില്ലേ ദൈവമേ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയാണ് പോയി നിൽക്കുക എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇതാ പുറത്തോട്ടിറങ്ങി അടുത്ത് നമ്മൾ വന്നത്. അവിടെ നിന്ന് ജ്വല്ലറി ഒന്നും എടുത്തില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എടുത്തില്ല. വേറൊരു ഇത് ഫാൻസി ഷോപ്പിൽ വന്നു കേട്ടോ. അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ കുറേ ജ്വല്ലറിയൊക്കെ നേരത്തെ തന്നെ ഓൺലൈൻ വഴിയൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ലോങ് ആയിരിക്കണം, പക്ഷേ സിമ്പിളായിരിക്കണം,
എന്നാൽ കാണാൻ ഒരു ലുക്ക് വേണം. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ നോക്കുന്നത്. ഭയങ്കര ഹെവി ആയിട്ടുള്ളതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ലോങ് ആയിട്ടുള്ളത് നോക്കുവാണ്. ലോങ് ആയിട്ടുള്ളത് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ അതുകൊണ്ട് പിന്നെ എനിക്ക് വലുതായിട്ട് താല്പര്യം ഇല്ല. പിന്നെ കുറേ കിച്ചു ആണെങ്കിൽ പിന്നെ എവിടെ കയറിയാലും പിന്നെ ഞാൻ ഈ 2 വള എടുത്ത് കേട്ടോ. എനിക്കിത് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് ഈ സിമ്പിളായിട്ടുള്ള വള. എനിക്ക് സിമ്പിളായിട്ടുള്ളതാണ് എല്ലാം ഇഷ്ടം. അപ്പോൾ കിച്ചുവിനും അങ്ങനെ തന്നെ സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം. കിച്ചുവിനാണെങ്കിൽ പിന്നെ കാണുമ്പോഴത്തേക്ക് പല പല ഫാഷനിലുള്ള മൂക്കുത്തി വേണം, കമ്മൽ വേണം, മറ്റേ സെക്കൻഡ് സ്റ്റഡ്, തേർഡ് സ്റ്റഡ്, ഫസ്റ്റ് സ്റ്റഡ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ. അതൊക്കെ അവൾക്ക് വേണം. എത്ര എടുത്താലും മതിയാവില്ല. ഞാൻ വലിച്ചഴിച്ചു എങ്ങനെയെങ്കിലും കൊണ്ട് ഇവിടുന്ന് ഇത്തിരി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നടക്കൂല. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവിടെ കയറി നിന്ന് ചോദിച്ച് നിൽക്കുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിലെന്ന് പറഞ്ഞാൽ ഒരു 25 പൈസ ഇവിടെ പോയിക്കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങി പോയിക്കഴിഞ്ഞാൽ 25 പൈസ എൻ്റെ കയ്യിൽ കാണില്ല. കാലി എന്ന് പറഞ്ഞാൽ കാലി. അടുത്താണെങ്കിൽ പിന്നെ ആരോടെങ്കിലും തെണ്ടേണ്ട അവസ്ഥ വരും. അതാണ് എൻ്റെ അവസ്ഥ കേട്ടോ. എന്നാൽ എന്തെങ്കിലും ഇവറ്റകളോട് ചോദിച്ചു കഴിഞ്ഞാൽ തരുമോ എന്ന് ചോദിച്ചാൽ തരത്തുമില്ല. അങ്ങനെ കിച്ചു ആണെങ്കിൽ ഈ കമ്മൽ വേണം ആ കമ്മൽ വേണം എന്നൊക്കെ അവരോട് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു വാ പോവാമെന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കിടുകിടാ ഇടിക്കുവാണ്. കാരണം എൻ്റെ പൈസയല്ലേ പോണത്. അവരാണെങ്കിൽ പിന്നെ നിൽക്കി അവൾ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അവർക്ക് ഇങ്ങനെ കിട്ടുമല്ലോ പൈസയൊക്കെ. പിന്നെ ഇവിടെയാണെങ്കിൽ മാക്സിമം എല്ലാ ജ്വല്ലറിയും ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. ഇത് പണ്ട് മുതലേ ഉള്ള ജ്വല്ലറിയാണേ. അതുകൊണ്ട് ഇവിടെയാണെങ്കിൽ പണ്ട് മുതലേ ഒരുപാട് നാളായിട്ടുള്ള ജ്വല്ലറിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വളയെടുത്തു, കിച്ചു മൂക്കുത്തി, പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ, സെക്കൻഡ് സ്റ്റഡ്, തേർഡ് സ്റ്റഡ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ എടുത്തു കേട്ടോ. എന്നിട്ടാണെങ്കിൽ എനിക്കിപ്പോൾ കുറേ നാൾ കൊണ്ട് മിഠായിയോടെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. ഞാൻ 50 രൂപയ്ക്കൊക്കെയാണ് മിഠായി വാങ്ങിച്ചു വെച്ച് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ മിഠായി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ കിച്ചുവിനോട് പറഞ്ഞ് അതിൽ നിന്ന് മിഠായി എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മിഠായി എടുത്ത് കിച്ചു നേരെ വേറെ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വാങ്ങിത്തരൂല, മതി, വാങ്ങിക്കണ്ട, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു തുകയായി കേട്ടോ. അതും അത് കൊടുത്തപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു വിഷമം. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, ഒരു ഓണം വന്നപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുത്തില്ല എന്നുള്ളൊരു ഇത് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ നല്ല മനസ്സോടെ അങ്ങ് വാങ്ങിക്കൊടുത്തു കേട്ടോ. വാങ്ങിക്കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്ക് അടുത്തും എന്തൊക്കെയോ നോക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. ഞാൻ പറഞ്ഞു ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാനാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടിയേട്ടാ. ഓടിയപ്പോഴത്തേക്ക് എൻ്റെ പുറകെ നില്ലുകൂട്ടി എന്ന് പറഞ്ഞിട്ട് ഓടണം. ഞാനാണെങ്കിൽ ഓടിയേട്ടാ, ഇനി അവിടെ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടുന്ന് താഴെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇനി എന്താണാവോ വാങ്ങിക്കാൻ പോണേന്ന് നോക്കിയപ്പോഴത്തേക്ക് അടുത്ത് കണ്ട ചെരുപ്പ് കടയിൽ എന്നെയും വിളിച്ചോണ്ട് കയറി കേട്ടാ. ചെരുപ്പാണെങ്കിൽ ഒരുപാട് കിടപ്പുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്കാണെങ്കിൽ അവളെ മാമനാണെങ്കിൽ, അതായത് എൻ്റെ അനിയൻ വാങ്ങിച്ചു കൊടുത്ത ചെരുപ്പ് ഒരു ദിവസം പോലും ഇടാതെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് മതി, വേറെ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല വാങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഈ ഭയങ്കര ആർഭാടമായിട്ടുള്ള ചെരുപ്പൊന്നും ഇടത്തില്ല കേട്ടോ. ഏതെങ്കിലും ഈ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ചെരുപ്പ് അല്ലെങ്കിൽ ഫുട്പാത്തിൽ കിടക്കുന്ന ചെരുപ്പ് ഇങ്ങനെയൊക്കെ ഇടത്തുള്ളൂ. നേരത്തെ ഇവിടെ ഫുട്പാത്തിൽ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ അവരെയൊക്കെ ആണെങ്കിൽ പൊളിച്ച് കെട്ടിക്കൊണ്ട് എവിടെയോ പോകാൻ പറഞ്ഞ് അങ്ങനെ അവരെവിടെയാണ് പോയതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് നോക്കി അവിടെ ആകുമ്പോഴത്തേക്കാണെങ്കിൽ 10 100 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തൊന്ന് ഒതുക്കാമല്ലോ, സെറ്റാക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ നടന്നില്ല സംഭവം. പിന്നെ ഇവിടെ ചെരുപ്പ് കടയിൽ കയറി അങ്ങനെയാണെങ്കിൽ ഇട്ട് നോക്കുവാണ്. സിമ്പിളായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഈ ചെരുപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനടിയിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് ഇളകി വരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നും ഇടുന്നതല്ലല്ലോ, എന്നെങ്കിലും അല്ലേ ഞാൻ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിരെന്ന് പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോയാൽ മതി എന്നായി കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലാം വാങ്ങിയിട്ട് അതാ ബസ്സിൽ വന്ന് കയറി ഇരിക്കുവാണ്. ഞാൻ വാങ്ങി നടന്നും ഇറങ്ങിയും ഒക്കെ ഞാൻ തളർന്നു കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് വീട്ടിൽ പോയാൽ മതി. വിശന്നാണെങ്കിൽ അതിനേക്കാളും ഊപ്പാട് വരുന്നു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. മഴയത്താണെങ്കിൽ ഓടി വന്ന് ബസ്സിൽ കയറിയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു മഴ ഉറയ്ക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടിങ്ങനെ ചാറ്റിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ അവളുടെ ആൻറ്റിക്ക് ഇതിനിടയ്ക്ക് ഒരു ഡ്രസ്സും കൂടെ വാങ്ങി കേട്ടോ, നമ്മളെ വേറൊരു ഷോ